മുചുകുന്ദൻ സ്വർഗത്തിൽ പോയി അസുരന്മാരെയെല്ലാം ജയിച്ച് ഇന്ദ്രനോടുകൂടി ദേവസഭയിലേക്ക് ചെന്നു. അപ്പോൾ സകല ദേവന്മാരും ദേവഗുരുവും മുചുകുന്ദനെ ആശീർവാദം ചെയ്തു. രത്നസിംഹാസനത്തിൽ ഇന്ദ്രനോടൊരുമിച്ചിരുന്നു. അർദ്ധാസനസ്ഥിതനായും അസുരബാണം കൊണ്ടുള്ള വ്രണങ്ങളാൽ ഭൂഷിതനായുമായ വക്ഷസ്ഥലത്തോടു കൂടിയവനായും അനുരാഗവതിയായ ജയശ്രീയുടെ നഖക്ഷതത്താൽ എന്ന പോലെ ശോഭിതനായും ഇരിക്കുന്ന രാജാവിനെ ദേവസ്ത്രീകളെല്ലാവരും സേവിച്ചു. രംഭ ചാമരം വീശിക്കൊണ്ടും മേനക സ്വർണപാത്രത്തെ ധരിച്ചുകൊണ്ടും സുകേശി ആലവട്ടം വീശിക്കൊണ്ടും മഞ്ജുഘോഷ താമ്പൂലം കൊടുത്തുകൊണ്ടും ഉർവശിയും തിലോത്തമയും നൃത്തം ചെയ്തുകൊണ്ടും ചിത്രരേഖ വീണ വായിച്ചുകൊണ്ടും സഹജന്യ ഇലത്താളം കൊട്ടിക്കൊണ്ടും ഗന്ധർവന്മാർ ഉപഗാനം ആലാപനം ചെയ്തുകൊണ്ടും രാജാവിനെ സേവിച്ചു. ഇന്ദ്രനും രാജാവും ഗീതനൃത്തങ്ങളെ ശ്ലാഘിച്ചുകൊണ്ട് മധ്യാഹ്നമായപ്പോൾ എഴുന്നേറ്റ് ഐരാവതത്തിന്റെ മുകളിൽ കയറി അന്തഃപുരത്തിലേക്ക് പോയി. ഇന്ദ്രാണി മുകുന്ദനോട് ആചരിക്കുന്നത് പോലെ മുചുകുന്ദനോട് ആചരിച്ചു. പിന്നെ ഇന്ദ്രനും രാജാവും ദേവഗംഗയിൽ കുളിച്ചു. രത്നനിർമ്മിതമായ ശിവപൂജാഗ്രഹത്തിലേക്ക് പോയി. ദിവ്യ ധൂപവാസിതമായ ആ പൂജാഗ്രഹത്തിലിരുന്ന് ഇന്ദ്രൻ ഭസ്മരുദ്രാക്ഷധരനായി പൂജയെ ആരംഭിച്ചു. വിഷ്ണുതുല്യ പരാക്രമനായ മുചുകുന്ദനു സോമാസ്കന്ധമൂർത്തിയെ കണ്ടപ്പോൾ രോമാഞ്ചമുണ്ടായി. പണ്ട് മഹേശ്വരൻ പറഞ്ഞതും ഓർമ്മ വന്നു. മനസ്സുകൊണ്ട് ശിവനെ സ്തുതിച്ചു. രഹസ്യസ്തുതിയാൽ സന്തുഷ്ടനായ മഹേശ്വരൻ മുചുകുന്ദനെ അനുഗ്രഹിച്ച് ഭൂമിയിൽ എന്നെ പൂജിക്കുക എന്നു കർണത്തിൽ പതുക്കെ പറഞ്ഞു. പൂജയുടെ തിരക്കുകൊണ്ട് ഇന്ദ്രൻ അതൊന്നും അറിഞ്ഞില്ല. പൂജ അവസാനിച്ചപ്പോൾ രാജാവ് ഭൂലോകത്തേക്ക് പുറപ്പെട്ടു. അപ്പോൾ ഇന്ദ്രൻ ഗാഠാലിംഗനം ചെയ്ത് എന്താണ് അഭീഷ്ടമെന്ന് ചോദിച്ചു. അതുകേട്ട് രാജാവ് ഇന്ദ്രന്റെ കൈയും പിടിച്ചുകൊണ്ട് പറഞ്ഞു, ഭവാന് എന്നെ സ്നേഹമുണ്ടെങ്കിൽ ആ സോമസ്കന്ധമൂർത്തിയെ എനിക്ക് തരുക. ആ മൂർത്തിയെ പൂജിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഭവാന്റെ സ്നേഹത്താൽ ഞാൻ കൃതാർത്ഥനാവട്ടെ. അതുകേട്ട് ഇന്ദ്രൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ സത്യം പറയാം. ഭവാനോട് ഞാൻ വല്ലതും മറച്ചുവെക്കുമോ? ആ മൂർത്തി എന്റേതല്ല, വിഷ്ണുവിന്റെയാണ്. പൂജിക്കുവാൻ മാത്രം എനിക്ക് തന്നതാണ്. ഭവാൻ ഇത് വേണമെന്നുണ്ടെങ്കിൽ വിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. വിഷ്ണു സമ്മതിച്ചാൽ ഞാൻ തരാം. അതല്ലാതെ ഇത് ദാനം ചെയ്യുവാൻ എനിക്ക് അധികാരമില്ല. ഇങ്ങനെ ഇന്ദ്രൻ പറഞ്ഞത് കേട്ട് മുചുകുന്ദൻ മഹേശ്വരനെ ധ്യാനിച്ചു. ആ മഹേശ്വര അനുജ്ഞയാൽ വൈകുണ്ഠത്തിൽ പോയി വിഷ്ണുവിനെ നമസ്കരിച്ച് സ്തുതിച്ചു. സോമസ്കന്ധമൂർത്തിയെ ചോദിച്ചു. വിഷ്ണു അല്പം ആലോചിച്ചിട്ട് മഹേശ്വര നിയോഗമുണ്ടെന്നറിഞ്ഞ് സോമസ്കന്ധമൂർത്തിയെ ഇന്ദ്രനോട് വാങ്ങിക്കൊള്ളുവാനും പറഞ്ഞു. ഉടനെ മുചുകുന്ദൻ ഇന്ദ്രനോട് വന്ന് വിഷ്ണുവിന്റെ കൽപ്പനയായി മഹേശ്വരനെ എനിക്ക് തരിക. സമയം അതിക്രമിക്കുന്നു, ഭൂമിയിലേക്ക് പോകട്ടെ, സ്നേഹം വർദ്ധിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞു. മുചുകുന്ദന്റെ വാക്കുകേട്ട് ഇന്ദ്രന് ആലോചനയായി. ഞാൻ സോമസ്കന്ധമൂർത്തിയെ ഇവന് കൊടുത്താൽ പൂജയും മറ്റുമില്ലാതെ ദിവസങ്ങൾ ശൂന്യങ്ങളായി തന്നെ കഴിക്കേണ്ടി വരും. മുചുകുന്ദന്റെ ആഗ്രഹം എങ്ങനെയാണ് സാധിപ്പിക്കേണ്ടത്? ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വിശ്വകർമാവിന്റെ അടുക്കലേക്ക് പോയി. രാജാവ് അറിയാതെ സോമസ്കന്ധമൂർത്തിയുടെ ഒരു പ്രതിബിംബം ഉണ്ടാക്കിത്തരണമെന്ന് പറഞ്ഞു. വിശ്വകർമാവ് വേഗം ഒരു പ്രതിബിംബം ഉണ്ടാക്കി കൊടുത്തു. ഇന്ദ്രൻ ആ പ്രതിബിംബത്തെ രാജാവിന് കൊടുത്തു. ഭൂമിയിലേക്ക് പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞു. രാജാവ് ആ ബിംബത്തെ വാങ്ങിയിട്ട്, ഇത് ഇപ്പോൾ ഉണ്ടാക്കിയതല്ലേ, എന്നെ വഞ്ചിക്കേണ്ട, സാക്ഷാൽ ബിംബത്തെ എനിക്ക് തരൂ എന്ന് പറഞ്ഞു. അത് കേട്ട് ഇന്ദ്രൻ പിന്നെയും വിശ്വകർമാവിനെ കൊണ്ട് ഒന്ന് ഉണ്ടാക്കിച്ചു കൊടുത്തു. അതും രാജാവ് സ്വീകരിച്ചില്ല. ഇങ്ങനെ 6 ബിംബങ്ങളെ കൊടുത്തു. അതെല്ലാം വാങ്ങിയിട്ട് രാജാവ് പിന്നെയും ഇന്ദ്രനോട് പറഞ്ഞു, ഹേ ശതക്രതോ, ഈ വഞ്ചനയെ കളയൂ. സാക്ഷാൽ മഹേശ്വര ബിംബത്തെ എനിക്ക് തരുന്നുവോ, ഇല്ലെങ്കിൽ നമ്മൾ തമ്മിൽ കലഹമുണ്ടാകും.
അത് കേട്ട് ഇന്ദ്രൻ സാക്ഷാൽ സോമസ്കന്ദമൂർത്തിയെ രത്നസിംഹാസനത്തിൽ വെച്ച് രാജാവിന് കൊടുത്തു. പീലിക്കുട, ശംഖനാഥം, ജവന്തി പുഷ്പം, കൽഹാരമാല്യം, കർപ്പൂരലേപനം ഇതുകളെല്ലാം നിയമമായി ചെയ്യണം എന്ന് പറഞ്ഞു. മുചുകുന്ദനെ ഭൂമിയിലേക്ക് അയച്ചു. പിന്നെ മുചുകുന്ദൻ ആ ബിംബങ്ങളെയെല്ലാം കൊണ്ട് ഭൂമി മുഴുവൻ പ്രദക്ഷിണം ചെയ്തു. സർവോത്തമമായും മഹേശ്വരന് പ്രതിഭാജനമായും ഇരിക്കുന്ന കമലാലയ ക്ഷേത്രത്തിൽ ഭൂലോക രക്ഷയ്ക്കായി മഹേശ്വരനെ പ്രതിഷ്ഠിച്ചു. 6 സ്ഥാനങ്ങളിൽ മറ്റ് ബിംബങ്ങളെയും പ്രതിഷ്ഠിച്ചു. മുചുകുന്ദൻ ദിനംതോറും സോമസ്കന്ദമൂർത്തിയെ പൂജിച്ച് നിർമ്മല കീർത്തിയെയും ശാശ്വത പദത്തെയും പ്രാപിച്ചു. പൂർവത്തിൽ വിഷ്ണുവിനെ അനുഗ്രഹിച്ചു, പിന്നെ ഇന്ദ്രനെ അനുഗ്രഹിച്ചു, തദനന്തരം മുചുകുന്ദ ചക്രവർത്തിയെ അനുഗ്രഹിച്ചു. ആ പ്രഭു എന്നെയും അനുഗ്രഹിക്കുക. കർപ്പൂരലേപിതനായും ചന്ദ്രകലാധരനായും കൽഹാരമാലയാൽ മനോജ്ഞമായ കണ്ടത്തോടുകൂടിയവനായും പാദസേവകന്മാർക്ക് കൽപ്പവൃക്ഷമായും കൈവല്യദായകനുമായിരിക്കുന്ന മഹേശ്വരന് നമസ്കാരം. ഇങ്ങനെ സുന്ദരന്റെ സാരസ്യവാക്യാമൃതത്താൽ സന്തുഷ്ടനായ മഹേശ്വരൻ പ്രത്യക്ഷനായി തല കുലുക്കിക്കൊണ്ട്, ഹേ സുന്ദര, നീ കുബേരനെ പോലെ ഐശ്വര്യവാനായി ഭവിക്കുക എന്ന് കരുണയോടെ പറഞ്ഞു. പിന്നെ സുന്ദരനോട് വേദനിധിയുടെ പുത്രിയെ വിവാഹം ചെയ്യുവാൻ പറഞ്ഞു. അതുപ്രകാരം സുന്ദരൻ ആ കന്യകയുടെ പാണിഗ്രഹണം ചെയ്തു എന്ന് സ്കന്ദോപപുരാണത്തിൽ 11-ാം അധ്യായം. ധന്യയായ വേദനിധിയുടെ പുത്രി ത്യാഗേശ്വരന്റെ ഇഷ്ടമിത്രമായ സുന്ദരനെ ഭർത്താവായി ലഭിച്ചിട്ട് പരമാനന്ദത്തെ പ്രാപിച്ചു. സുന്ദരൻ വിവാഹാനന്തരം ത്യാഗേശനെ നമസ്കരിക്കാൻ പോയപ്പോൾ മഹേശ്വരൻ വിവാഹവേഷത്തെ അഴിക്കാതെ എന്നെ വന്നു നമസ്കരിക്കുക എന്ന് പറഞ്ഞു. ഇതിലധികം ലോകത്തിൽ എന്താണ് ഭാഗ്യം വേണ്ടത്? ത്യാഗേശമിത്രമായ സുന്ദരൻ കുബേരൻ മുതലായ ദേവവൃന്ദങ്ങളെ തന്നെ വന്ദിക്കുന്നവരാക്കി വെച്ചു. ഉമാദേവിയുടെ സ്തനങ്ങളിൽ നിന്നും സംക്രമിച്ചതായ കർപ്പൂരഗന്ധത്തോടുകൂടിയ മഹേശ്വരന്റെ മാറിടത്താൽ ആശ്ലിഷ്ടനായ സുന്ദരൻ താൻ സ്കന്ദമൂർത്തിയാണെന്ന് വിചാരിച്ചു. ത്യാഗേശ്വരന്റെ കൽഹാരമാല്യത്തെയും കർപ്പൂരത്തിന്റെയും സൗരഭ്യത്താൽ വാസിതനായ സുന്ദരനെ ജനങ്ങളെല്ലാവരും തന്നെ ത്യാഗേശൻ തന്നെയാണെന്ന് വിചാരിച്ച് നമസ്കരിച്ചു.